സുന്ദര പാവന രാത്രിയിലാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ അനുഗ്രഹ രാത്രിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു രാത്രി കൂടി കർത്താവിനോടൊപ്പം ചെലവഴിക്കുന്നതിനായിട്ടുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ സമയം മുഴുവനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളെ ഏറ്റെടുക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്നതിന്, നമ്മുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന്, നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനൊക്കെ ഈ സമയം ഉപകാരപ്രദമായിട്ട് അനുഗ്രഹപ്രദമായിട്ട് തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് നമുക്കെപ്പോഴും ഒരുങ്ങാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനിൽ ആഗതനാ, സാഷ്ടാംഗം എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം, ആത്മാവിൽ പൂമഴയാൽ സ്വർഗനാഥനിൽ സാഷ്ടാംഗം പ്രണമിച്ചിടാം, എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, എൻ സർവസ്വമേ, അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ, അലിവോടെ നിൻ മകനാക്കണേ, ലോകപാത ഞാൻ വെടിയാ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന യേശുവേ ആരാധനേ, യേശുവേ സ്തുതിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ. Hallelujah. Thank you, Jesus.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദിവികാരുണ്യനാഥൻ്റെ മുൻപിൽ അവിടുത്തെ ആരാധിക്കുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട്, അവിടുന്ന് നമ്മുടെ മേലെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് നമ്മളിപ്പോൾ ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കാം. ഈ അൾത്താരയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് നോക്കാം. ആ ഈശോയെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് യാത്രയായപ്പോൾ ആ ജനത്തിൻ്റെ കൂടെ മേഘസ്തംഭമായിട്ട് പകലും അഗ്നിസ്തംഭമായിട്ട് രാത്രിയിലും അവരുടെ മുമ്പേ നടന്ന ദൈവം ഇതാ നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലുമൊക്കെ നമ്മോടൊപ്പം നമുക്ക് താങ്ങായിട്ട്, തണലായിട്ട്, പ്രകാശമായിട്ട് ഇതാ നിൽക്കുന്ന ദൈവം ഇതാ നമ്മുടെ മധ്യത്തിലായിരിക്കുകയാണ്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തിന് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നതിനായിട്ട് സാധിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാണ് എന്ന്. ഇതാ നല്ല ഇടയൻ തൻ്റെ ആടുകളെ പച്ച വിരിച്ച പുൽത്തകിടിയിലേക്കാണ് നയിക്കുന്നത്. അതുപോലെ തന്നെ ശുദ്ധമായ ജലാശയത്തിലേക്ക് നയിക്കുന്നു. കാരണം അവരുടെ വയറ് നിറയ്ക്കുന്നതിനും അവരുടെ ദാഹം തീർക്കുന്നതിനുമായിട്ട് ആ നല്ല ഇടയൻ്റെ സാന്നിധ്യത്തിൽ അവനോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവൻ പറയുന്നത് കേട്ട് അവനോടൊപ്പം നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെതുമായ മേഖലകളിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നല്ല ഇടയൻ ആടുകളെ നല്ല മേച്ചിൽപ്പുറങ്ങളിലൂടെ നയിക്കുന്നു. നല്ല ഇടയൻ കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു പോവുകയും കണ്ടെത്തി കഴിയുമ്പോൾ തോളിലെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു. നല്ല ഇടയൻ വഴിതെറ്റിപ്പോയതിനെ കണ്ടെത്തുന്നതിനായിട്ട് ശ്രമിക്കുന്നു. നല്ല ഇടയൻ മുറിവേറ്റതിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി ഉണക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ നല്ല ഇടയൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആ നല്ല ഇടയൻ്റെ മുൻപിലേക്ക് നമ്മുടെ മുറിവുകൾ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റേതുമായിട്ട് മുറിവുകൾ മുഴുവനും സമർപ്പിക്കാം. അത് അവൻ സൗഖ്യപ്പെടുത്തുന്ന, മുറിവുകളിലെ മരുന്ന് വച്ച് കെട്ടി ഉണക്കുന്ന ആ വലിയ അനുഭവം ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട്, നമ്മുടെ മുറിവുകളെ ഉണക്കിക്കൊണ്ട്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ദൈവം നമുക്ക് വഴിയൊരുക്കുന്നതിനെ ഓർത്ത്, നമ്മെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതിനെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും അന്ധകാരങ്ങളെയും എല്ലാം ഇല്ലാതാക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം, നമുക്ക് അവിടുത്തെ സ്തുതിക്കാം, നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ.
32-ാം സങ്കീർത്തനം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തകൻ പറയുകയാണ്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്നാൽ അത് ശ്രേഷ്ഠമാണ് എന്ന്. നന്ദി പറയുന്നത് അത് ദൈവത്തോടായാലും മനുഷ്യരോടായാലും അത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയുവാനായിട്ട് വിട്ടുപോയ, ദൈവത്തോടും സഹോദരങ്ങളോടും നന്ദി പറഞ്ഞു പോകാനായിട്ട് നമ്മൾ വിട്ടുപോയ എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് അവിടുത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 16-ഉം 18-ഉം തിരുവചനങ്ങൾ. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമറിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഈ രോഗം സുഖപ്പെട്ട കുഷ്ഠരോഗികളെ പോലെ നമ്മളും പലപ്പോഴും ആയിത്തീരുന്നില്ലേ? ദൈവം നമ്മളെ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തുന്നു, പല ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കുന്നു, പല ബന്ധനങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കുന്നു. പക്ഷേ ആ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനോ ദൈവത്തിന് നന്ദി പറയുന്നതിനോ നമ്മൾ മനസ്സാകുന്നില്ല. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റേതാണ് എന്ന ചിന്തയോടുകൂടി പോകുവാനായിട്ട് നമ്മൾ തുനിയുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നൽകിയതാണ് നമുക്കുള്ളതെല്ലാം എന്നും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥയും എന്നും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ തന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. കാഴ്ച തന്ന നാഥന് നന്ദിയേകിടാ, കേൾവി തന്ന നാഥന് നന്ദിയേകിടാ. കാഴ്ച തന്ന നാഥന് നന്ദിയേകിടാ, കേൾവി തന്ന നാഥന് നന്ദിയേകിടാ. കരങ്ങൾ കൂപ്പിടാ നന്ദിയേകിടാ, കരങ്ങൾ കൂപ്പിടാ നന്ദിയേകിടാ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ഉം 7-ഉം തിരുവചനത്തിലെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന
ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. നമ്മുടെ ജീവിതത്തിൽ ആകുലതയുടേതായ ഒത്തിരി നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച്, നാളെയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ഇങ്ങനെ ഒത്തിരി ആകുലതകൾ ജീവിതത്തിൽ പേറിക്കൊണ്ട് നടക്കുന്ന മനുഷ്യരാണ് നമ്മൾ. നമ്മോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളിലൂടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും കൃതജ്ഞത നിറഞ്ഞ മനസ്സോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള അനുഗ്രഹവും കൃപയും നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാ, നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാ. ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാ, നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാ. കരങ്ങൾ കൂപ്പിടാ, നന്ദിയേകിടാ. കരങ്ങൾ കൂപ്പിടാ, നന്ദിയേകിടാ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എടുത്തു പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവിനെന്ന്. നമ്മുടെ ദുഃഖത്തെ ഓർത്ത്, നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത്, നമ്മുടെ വേദനകളെ ഓർത്ത്, നമ്മുടെ പരാജയങ്ങളെ ഓർത്ത്, നമ്മുടെ തകർച്ചകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ നന്ദി പറയുമ്പോൾ ആ തകർച്ചകൾ മൂലമുണ്ടായ, പരാജയങ്ങൾ മൂലമുണ്ടായ, വേദനകൾ മൂലമുണ്ടായ എല്ലാ അസ്വസ്ഥതകളും നൊമ്പരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്ന അനുഭവം നമുക്കുണ്ടാക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാ നിമിഷവും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനുമുള്ള അനുഗ്രഹം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ ആരാധിക്കുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട്, നന്ദി പറയുവാനായിട്ട്, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയുള്ളവരാകാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇനിയും അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കണമേ എന്ന് നമുക്ക് തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, നമ്മുടെ ജോലിയെ സമർപ്പിക്കാം, നമ്മുടെ പ്രവർത്തന മേഖലകളെ സമർപ്പിക്കാം, നമ്മുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കാം. എല്ലാറ്റിനെയും കർത്താവിന് സമർപ്പിച്ച്
കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന, പരിശുദ്ധനേ, നിങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, മോചനം നൽകി അനുഗ്രഹിക്കണം. നമുക്കെല്ലാവർക്കും സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി ശിരസ്സ് നമിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യമായി ഞങ്ങളിൽ നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.